നിങ്ങൾ കെ സുധാകരേട്ടനോട് പോയി ചോദിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസം 2:30 മണിക്ക് ചെന്നൈയിൽ നിന്ന് എന്നെ ഫോണിൽ വിളിക്കുക. നീ എവിടെ ഉണ്ടടാ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതായിട്ടുണ്ട് സുധാകരേട്ട, വീട്ടിലുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കാണാം, എന്താ കാര്യം ചോദിച്ചാൽ നമുക്ക് ആ വിഷയങ്ങളൊന്ന് തീർക്കണം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ 5 മണിക്ക് 4:30 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 4:30 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു. ഞാൻ വിളിക്കുന്നു, അദ്ദേഹം മഞ്ചേരിയിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നാൽ അത് വാർത്തയാവും, നമുക്ക് സ്വകാര്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു. മഞ്ചേരിയിൽ ഞങ്ങൾ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ കാറിൽ നിന്ന് എന്താണ് നിങ്ങളെ വിശദമായ ഉദ്ദേശം ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നമുക്ക് സെറ്റിൽ ചെയ്യണം, നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയ ചർച്ച ഇതാ പ്രഖ്യാപിക്കാൻ പോകണല്ലോ, വാർത്തകൾ വന്നുകൊണ്ടിരിക്കണം, നിങ്ങൾ ആ ഫോണൊന്ന് ഓണാക്കി നോക്കി സുധാകരേട്ടാന്ന് പറഞ്ഞു. ഏയ് അതൊന്നും ഉണ്ടാവില്ല, ഞാനറിയാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, ഞാനൊരു AICCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാഴ്ച മുമ്പ് വരെ കേട്ടത്, അതൊന്നും അവർ ചെയ്യില്ലടാ, അത് പത്രം വാർത്തകൾ TV-യിൽ നീ നോക്കണ്ട, നീ വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് തീർക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് മഞ്ചേരി എൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവർ പ്രഖ്യാപിച്ചു. അപ്പോഴും ഈ സാധു ഈ വിവരം അറിയുന്നില്ല. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിനെ കാണിച്ചു കൊടുത്തു, പ്രഖ്യാപിച്ചല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം തരിച്ചിങ്ങനെ നിന്നു. ഒരു വാക്ക് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന എന്നോടൊരു വാക്ക് പറഞ്ഞില്ല, എൻ്റെ വിഷമം പറഞ്ഞു. എത്ര കാലമായി ഈ കോൺഗ്രസിന് വേണ്ടി കൈനിൽക്കുന്നു? ഈ പിണറായിക്കെതിരെ അതിശക്തമായി പറയുന്ന കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം ഇഷ്ടപ്പെടുന്ന കാരണവർ, ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ കാരണവർ ഏകദേശം പിണറായിൻ്റെ പ്രായം അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ. 80 വയസ്സ് കിടക്കുക. അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഒരു വാക്ക് ആ പ്രഖ്യാപിക്കുമ്പോൾ ഹലോ സുരേട്ട ഞങ്ങളിങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട് പറഞ്ഞോ ചോദിച്ചോ, എന്ത് മര്യാദയാണ് ഈ VD സതീശനിൽ ഇനി പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾ ചോദിക്കൂ സുധാകരേട്ടനോട്. അദ്ദേഹം കളവൊന്നും പറയുന്നതിൽ വിശ്വാസം എനിക്കില്ല. നിങ്ങൾ ചോദിക്കൂ. അപ്പം ആരെ കണ്ടിട്ട് ഇനി ഞാൻ നിൽക്കണം? ഇതാണ് ഇതിൻ്റെ വസ്തുത.